നിങ്ങളും പലതരത്തിലുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നവരാണോ? അപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ വർഷങ്ങളോളം ഒരേ മൗത്ത് വാഷ് തന്നെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചില മൗത്ത് വാഷുകൾ നമ്മുടെ പല്ലിൽ സ്റ്റെയിൻ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു പീരീഡിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പല്ല് ഒരു മഞ്ഞ കളറോ സ്റ്റെയിനോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം പല മൗത്ത് വാഷുകളും പല പ്രശ്നങ്ങൾക്കുള്ളതാണ്. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ മൗത്ത് വാഷ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില മൗത്ത് വാഷുകളൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ പല്ലിൽ സ്റ്റെയിൻസ് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ മൗത്ത് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതും സ്റ്റെയിൻ വരാത്തതുമായുള്ള മൗത്ത് വാഷുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഏത് മൗത്ത് വാഷ് ആണോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുക എന്ന് മനസ്സിലാക്കിയിട്ട് അതേ മൗത്ത് വാഷ് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കാലം മൗത്ത് വാഷ് ഉപയോഗിക്കണം എന്നുള്ളത് ഡെന്റിസ്റ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കി ആ പറയുന്ന പീരീഡ് മാത്രം മൗത്ത് വാഷ് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ നോർമൽ ബ്രഷിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാണ്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഒരു ഡെന്റൽ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.